വിശദമായ വാർത്തകൾ നോക്കാം. വോട്ടർ പട്ടിക ക്രമക്കേടിൽ തെളിവുകൾ ഓരോന്നായി പുറത്തു വരുമ്പോഴും വിവാദത്തിൽ പ്രതികരിക്കാതെ കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും. ഇത്രത്തോളം സഹായിച്ചതിന് നന്ദി എന്ന് മാത്രമായിരുന്നു മാധ്യമങ്ങളുടെ ആവർത്തിച്ചുള്ള ചോദ്യത്തിന് മണ്ഡലത്തിൽ ഇന്നെത്തിയ സുരേഷ് ഗോപിയുടെ മറുപടി. ജോർജ് കുര്യനാകട്ടെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി. വിവാദത്തിൽ സുരേഷ് ഗോപിക്ക് പ്രതിരോധം തീർക്കുകയാണ് അതേസമയം ബി.ജെ.പി. നേതാക്കൾ. 2029 ഉണ്ടാവും, 2034 സുരേഷ് ഗോപി ഇവിടെ തന്നെ ഉണ്ടാവും. ഇനിയും വോട്ട് ചേർക്കും, ഇനിയും ജയിക്കും. ഊർനലികൾ ഓലിയിടുക. നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇവിടെ തന്നെ ഉണ്ടാവും. ആവശ്യത്തിന് വിടും. പാർട്ടിയല്ലല്ലേ, പാർട്ടി പറയേണ്ട കാര്യങ്ങൾ പാർട്ടി പറയും. അതിനാണല്ലോ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. പാർട്ടിയാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത്. അത് സംബന്ധിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും ഞങ്ങൾ പാർട്ടിക്കാരായിട്ടുള്ള ആൾക്കാരോട് നിങ്ങൾക്ക് ഏത് സംശയവും ചോദിക്കും. അതൊക്കെ ആവശ്യമുള്ളപ്പോൾ അദ്ദേഹം വിളിക്കും. ഞാൻ ഒരു കാര്യം മാത്രം നിങ്ങളോട്, ഒറ്റ കാര്യം ഞാൻ പറയാം നിങ്ങളോട്. സുരേഷ് ഗോപിക്കെതിരെ നിങ്ങൾ എന്തെല്ലാം UDF-ഉം LDF-ഉം എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ, ബൂമറാങ് പോലെ അതൊക്കെ തിരിച്ചടിക്കുക. ഇതും ഞാൻ പറയുന്നു, സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിന്റെ ജനപിന്തുണ വർദ്ധിക്കാൻ മാത്രമേ ഈ ആരോപണങ്ങൾ ഉപകാരമായിട്ടുള്ളൂ എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. ഈ ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ ഓരോരോ ഇങ്ങനെ നാടകം അത് രാഹുൽ ഗാന്ധിയും ചെയ്യും, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ചെയ്യും. അതാണ് ഇന്ന് നടക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു ജെന്യുവിൻ ഗ്രീവൻസ് ഉണ്ടെങ്കിൽ അവർ ഇതിനു വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ, കോർട്ടുണ്ട്, ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്, അവിടെ പോയിട്ട് പരാതി കൊടുക്കട്ടെ. ഇങ്ങനെ ഓരോരോ ഇഷ്യൂസ് എടുത്ത് ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ അവർ ശ്രമിക്കുന്നു. അതില് നിങ്ങൾ പെടരുത് എന്നാണ് എന്റെ ഒരു അഭ്യർത്ഥന. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ജനങ്ങളെ വിഡ്ഢിയാക്കാൻ ശ്രമിക്കരുത്. അവർ പോയി ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കുക, അല്ലെങ്കിൽ കോർട്ടിൽ പരാതി കൊടുക്കുക. അതല്ല ചെയ്യേണ്ടത്. അതിനിടെ ബി.ജെ.പി. ഇന്ന് നടത്തിയ കമ്മീഷണർ ഓഫീസ് മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. നടക്കുന്നതിന് മുമ്പ് തന്നെ ഉദ്ഘാടനം നടക്കും. പക്ഷേ അതിലേക്ക് ദിനേശ് വിവരങ്ങളുമായി. നവമി, വോട്ടർ പട്ടിക ക്രമക്കേടിലെ ആരോപണങ്ങളും വിവാദവും ഒക്കെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്നതിനിടയിലേക്കാണ് ഇന്ന് സുരേഷ് ഗോപി എത്തുന്നത്. സംഘർഷം, വിവാദം, അങ്ങനെ സംഭവബഹുലമാണ് തൃശൂർ. ഇന്നത്തെ ദിവസം രാവിലെ തൊട്ട് ഇതുവരെ തൃശൂർ കേന്ദ്രീകരിച്ച് എന്തൊക്കെയാണ് നടക്കുന്നത്? ശ്രീജ, രാവിലെ 9:30 മണിയോടുകൂടി വന്ദേ ഭാരതിൽ തൃശൂർ മണ്ഡലത്തിൽ സ്വന്തം വോട്ടർമാരുടെ അടുത്തേക്ക് സുരേഷ് ഗോപി വന്നു. അപ്പോൾ നമ്മൾ സ്വാഭാവികമായും പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം പ്രതികരിക്കുമെന്നാണ്. പക്ഷേ ആ പ്രതികരണങ്ങളൊന്നും തന്നെ മാധ്യമങ്ങളെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് സുരേഷ് ഗോപിക്ക് വൻ സ്വീകരണമായിരുന്നു BJP പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷനിൽ ഒരുക്കിയത്. അതിനുശേഷം അവിടെ നിന്ന് നേരെ അശ്വിനി ആശുപത്രിയിലേക്ക്. ഇന്നലെ രാത്രി നടന്ന BJP CPM നേതാക്കൾ തമ്മിലുള്ള സംഘർഷത്തിനിടയിൽ ഗുരുതരമായി പരിക്കേറ്റ
മറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന തങ്ങളുടെ നേതാക്കളെ പ്രവർത്തകരെ കാണുന്നതിനു വേണ്ടി സുരേഷ് ഗോപി അശ്വിനി ആശുപത്രിയിലേക്ക് എത്തുന്നു. അവിടെ വെച്ചും മാധ്യമങ്ങൾ ആവർത്തിച്ച് ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്താണ് ഈ വിവാദത്തിൽ, എന്താണ് പ്രതികരിക്കുന്നത്? ഇങ്ങനെ വോട്ടുകളിൽ ചില അവ്യക്തതകൾ ഉണ്ടല്ലോ, കുടുംബത്തിന്റെ പേര് വരുന്നുണ്ട്, കന്യാസ്ത്രീ വിഷയത്തിൽ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ സുരേഷ് ഗോപിക്ക് നേരെ വരുന്നു. പക്ഷേ സുരേഷ് ഗോപി അതിലൊന്നും പ്രതികരിക്കുന്നില്ല. അവസാനം ഇത്രയും ചെയ്തതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം സുരേഷ് ഗോപി അവിടെ നിന്ന് ഇറങ്ങുന്നു. നേരെ അദ്ദേഹം പോകുന്നത് MP ഓഫീസിലേക്കാണ്. തന്റെ ഓഫീസിൽ ഇന്നലെ BJP പ്രവർത്തകർ, CPM നേതാവ് വിപിൻ അടക്കമുള്ള പ്രവർത്തകർ കരിയോയിലൊഴിച്ചു, ആ ബോർഡിൽ കരിയോയിലൊഴിച്ചു. അങ്ങോട്ടേക്ക് ഓഫീസിലേക്ക് പോകുന്നു, ഓഫീസിലെ സ്റ്റാഫുകളുമായി സംസാരിക്കുന്നു, പ്രവർത്തകരോട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നു. ആ സമയത്ത് തന്നെ K സുരേന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നു. ഇരുവരും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച. അതിനുശേഷം സുരേഷ് ഗോപി പുറത്തേക്ക് ഇറങ്ങുന്നു. വീണ്ടും മൗനം മാത്രമാണ്. കാറിൽ കയറി കൊച്ചിയിലേക്ക് തിരിക്കുന്നു. അതിനുശേഷം K സുരേന്ദ്രൻ മാധ്യമങ്ങളെ കണ്ട് സുരേഷ് ഗോപിയെ ആരും ചോദ്യങ്ങൾ ഉന്നയിക്കരുത്, സുരേഷ് ഗോപിയോട് ആരും ഒന്നും ചോദിക്കരുത്, അദ്ദേഹം പ്രതികരിക്കില്ല, തിരഞ്ഞെടുപ്പിൽ മുന്നിൽ നിർത്തി, തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ മാത്രമാണ് സുരേഷ് ഗോപി ഉണ്ടായിരുന്നത്. തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയതും കാര്യങ്ങളെല്ലാം ചെയ്തതും പാർട്ടിയാണ്, പാർട്ടി ഇതിന് ഉത്തരം പറയും എന്ന് പറഞ്ഞുകൊണ്ട് K സുരേന്ദ്രൻ CPM-നെയും കോൺഗ്രസിനെയും ആഞ്ഞടിക്കുന്നുണ്ട്. ഇതൊരു വ്യാജ ആരോപണമാണ്. അങ്ങനെ പരാതികളുണ്ടെങ്കിൽ അത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കൂ, പരാതികളുമായി മുന്നോട്ട് പോകൂ, ഹൈക്കോടതിയെ സമീപിക്കൂ എന്ന കാര്യങ്ങൾ മാത്രം സുരേന്ദ്രൻ പറയുന്നുണ്ട്. മറ്റൊരു കാര്യം കൂടി സുരേന്ദ്രൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. തൃശൂരിൽ സുരേഷ് ഗോപിയുടെ ജനപ്രീതി ഉയർന്നിട്ടേ ഉള്ളൂ. നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരനെ പോലെ സുരേഷ് ഗോപി വീണ്ടും തൃശൂരിൽ തന്നെ തുടരും. വരുന്ന തിരഞ്ഞെടുപ്പുകളിലും തൃശൂരിനെ പ്രതിനിധീകരിച്ച് സുരേഷ് ഗോപി തന്നെ MP ആകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സുരേന്ദ്രൻ മടങ്ങുന്നു. പക്ഷേ പിന്നീട് ജോർജ് കുര്യനോ അങ്ങനെ നേതാക്കൾ ആരും തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നില്ല. ഈ ഒരു പ്രതിഷേധം, വലിയൊരു പ്രതിഷേധമായിരുന്നു പിന്നീട് തൃശൂർ നഗരം സാക്ഷിയായത്. അത് കമ്മീഷണർ ഓഫീസിലേക്ക് BJP പ്രവർത്തകരുടെ വലിയ പ്രതിഷേധം. ശോഭ സുരേന്ദ്രനും B ഗോപാലകൃഷ്ണനും അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ വലിയൊരു പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തു. ക്ഷമിക്കണം ശ്രീജ, അതിൽ 3 പ്രാവശ്യമാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിവാദം ഉച്ചസ്ഥായിയിലെത്തിയിരിക്കുകയാണ്. ഇന്ന് സുരേഷ് ഗോപി അവിടെ എത്തി. ഈ വലിയ വിവാദങ്ങളുടെ ഏറ്റവും നടുവിൽ നിൽക്കുമ്പോഴും അതിനോടൊന്നും പ്രതികരിക്കാൻ തയ്യാറായില്ല. മാധ്യമങ്ങൾ പലയിടത്ത് വെച്ചും അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ഉന്നയിച്ചു. ഏറ്റവും ഒടുവിൽ ഇത്രയും സഹായിച്ചതിന് നന്ദി എന്ന പരിഹാസം മാത്രം ഉന്നയിച്ച് അദ്ദേഹം മടങ്ങുകയാണ് ചെയ്തത്. ഇന്നലത്തെ മാർച്ചിനിടെ സംഘർഷത്തിൽ പരിക്കേറ്റ പ്രവർത്തകരെ അദ്ദേഹം ആശുപത്രിയിലെത്തി കണ്ടു. തുടർന്ന് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം സുരേഷ് ഗോപിക്ക് പ്രതിരോധം ഒരുക്കാൻ നേതാക്കൾ നേരിട്ട് തന്നെ ഇറങ്ങുകയാണ്. അതാണ് ഇന്നത്തെ ദിവസം നമ്മൾ തൃശൂരിൽ കണ്ടത്. തൃശൂരിലെ വോട്ട് വിവാദത്തിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ് അതേസമയം UDF-ഉം LDF-ഉം. വോട്ട് കൊള്ളയിൽ മറുപടി പറയാനുള്ള ബാധ്യത സുരേഷ് ഗോപിക്കും BJP-ക്കും ഉണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. പ്രതിരോധിക്കാൻ ഒന്നുമില്ലാത്തതുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ മൗനമെന്നും VD സതീശൻ ആരോപിച്ചു. ഈ വിഷയം രാഹുൽ ഗാന്ധി കൊണ്ടുവന്നപ്പോൾ രാജ്യം മുഴുവൻ ഇത് ചർച്ചയായപ്പോൾ തൃശൂരിലെ വിഷയം കൊണ്ടുവന്നു. തീർച്ചയായിട്ടും അവിടെ വിജയിച്ച MP എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും അതിൻ്റെ അകത്ത് ഉത്തരം പറയാനുള്ള പൂർണ്ണമായ ബാധ്യതയുണ്ട്. അവരത് പറഞ്ഞേ മതിയാവും, അവരത് പറയണം. വ്യാപകമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. BJP പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് രാജ്യത്ത് ഉടനീളം. സംസ്ഥാനത്ത് തൃശൂരിലെ കേസിൽ അവർ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. അപ്പൊ അവര് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവർ പറയട്ടെ, ഞങ്ങളൊന്നും മിണ്ടില്ല, നിങ്ങൾ ഞങ്ങളോട് ചോദിക്കാൻ നിൽക്കണ്ട എന്ന് പറയുന്നത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് യോജിച്ചാൽ. ഇപ്പൊ നാളെ ഞാനാണെങ്കിൽ എനിക്കെതിരെ നിങ്ങളൊരു തെറ്റായ കാര്യം പറഞ്ഞാൽ എനിക്കത് എന്റെ അവകാശമല്ലേ. അതേസമയം BJP രാഷ്ട്രീയമായി ഉത്തരം പറയണമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടത്. ഭീഷണി വേണ്ടെന്നും കുറെ കണ്ടതാണെന്നുമായിരുന്നു CPM ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിനെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി. സുരേഷ് ഗോപി ഉൾപ്പെടെ എല്ലാവരും പറയേണ്ടത് എന്താ ഈ സംഭവിച്ചത്? അവരാണല്ലോ, അവരെ കുടുംബക്കാരും അവരുമാണ്, RSS നേതാക്കന്മാർ ഉൾപ്പെടെയാണ്. അത് അവിടെയും ഇവിടെയും പോയിട്ട് ഉണ്ടാകുക എന്നുള്ളതാണ് അതിനർത്ഥം. അപ്പോൾ അവർ ഇലക്ഷൻ അട്ടിമറി പോലെ തന്നെയാണ് ഉപയോഗിക്കുക. അത് ഗൗരവപൂർവമായ അന്വേഷണവും പരിശോധനയും. ആരോപണത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മുൻപാകെ ഹാജരായി LDF സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ വിശദീകരണം നൽകി. തെളിവുകൾ സത്യവാങ്മൂലമായി നൽകണമെന്ന് പറയാൻ കമ്മീഷന് അധികാരമില്ല. തൃശൂരിൽ വോട്ടർ പട്ടികയിൽ ആകെ തട്ടിപ്പാണെന്നും കമ്മീഷന്റെ വിശ്വാസ്യത തന്നെ സംശയത്തിലാണെന്നും സുനിൽകുമാർ ആരോപിച്ചു.
24 പാരഗ്രാഫുള്ള ഒരു വിശദമായ മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത് ഇലക്ഷൻ കമ്മീഷന് ഇങ്ങനെ ഒരു ഫ്രോഡ് നടന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു നോട്ടീസ് കൊടുക്കാനുള്ള അധികാരം ഇലക്ഷൻ കമ്മീഷൻ നിയമപ്രകാരമില്ല. ആ നിയമത്തിന് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ രാഹുൽ ഗാന്ധിക്കാണെങ്കിലും ഇപ്പോൾ എനിക്കാണെങ്കിലും ഇങ്ങനെ ഒരു നോട്ടീസ് തന്നിരിക്കുന്നത്. ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം 22/1/2024 വോട്ടർ പട്ടിക പുറത്തിറങ്ങിയ ശേഷം 4/4/2024 മറ്റൊരു വോട്ടർ പട്ടിക കൂടി പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ വോട്ടർമാരെ ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമപ്രകാരം പാലിക്കേണ്ടതായിട്ടുള്ള യാതൊരു നടപടികളും സ്വീകരിക്കാതെയാണ് ആ നിയമ നടപടിയെ സംബന്ധിച്ചുള്ള പ്രൊസീഡിംഗ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ കൊടുത്തിരിക്കുന്ന വിശദീകരണത്തിൽ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്.